കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ നല്ലളത്ത് 11 സെന്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റിൽ 7 ബെഡ്റൂമിൽ വരുന്ന ഒരു വീടും ബഡ്ജറ്റ് ഫണ്ടിൻ്റെ കയ്യിൽ സെയിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിലോ നല്ലളങ്ങാടിയിൽ യാറാമാനുള്ള സൈഡിലൂടെ വരുന്ന റോഡിൽ ജസ്റ്റ് ഒരു 500-600 മീറ്റർ വന്നിക്കുകയാണെങ്കിൽ നിസാൻ സൈറ്റിൽ നമ്മൾ ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ വീടിനുള്ള സൗകര്യങ്ങൾ പറയുകയാണെങ്കിലോ താഴത്തെ നിലയിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. ഒരു കിച്ചൺ വരുന്നുണ്ട്, സെപ്പറേറ്റ് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട്. ഇനി മുകളിലത്തെ നിലയിൽ പോകുകയാണെങ്കിൽ 4 ബെഡ്റൂമാണ് മുകളിലത്തെ നിലയിൽ വരുന്നത്. ഇപ്പം നിലവിൽ ഒരു ബെഡ്റൂം നമ്മൾ കിച്ചണായിട്ട് യൂസ് ചെയ്യുകയാണ്. കാരണം താഴെയും മേലെയും കൂടി ഇപ്പോൾ നിലവിൽ വാടകക്കാരുണ്ട്. വാടക മാസം 10,000 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതും പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് കൂണിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓണർ. ഇനി ലാൻഡ്രി കാര്യങ്ങൾക്കാണെങ്കിലും മേഖലയിലൊരു ഓപ്പൺ ടെറസും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുടിവെള്ളത്തിൻ്റെ കാര്യം എടുത്ത് പറയണം, നല്ലൊരു അടിപൊളി കിണർ വരുന്നുണ്ട്. ഈ കിണറിലെ വെള്ളം അടിപൊളി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കണക്ഷൻ വരെ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മൾ ഈ വീട്ടിൽ നിന്ന് ജസ്റ്റ് 2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് അരീക്കാട് ബൈപ്പാസിലേക്ക് എത്താൻ പറ്റും. അതേപോലെ തന്നെ നാഷണൽ ഹൈവേ 66 ബൈപ്പാസിലേക്കോ നിങ്ങൾക്ക് ഒരു 4-5 കിലോമീറ്റർ അത് ഈസി ആക്സസ് ആണ്. എടുത്ത് പറയേണ്ട കാര്യമില്ല, കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ നല്ലളത്തുനിന്ന് കോഴിക്കോട് ടൗണിലെ എല്ലാ പ്രൈം ലൊക്കേഷനും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ആണ്. അപ്പോൾ ഈ 11 സെന്റ് സ്ഥലവും അതേപോലെ തന്നെ 2000 സ്ക്വയർ ഫീറ്റിൽ 7 ബെഡ്റൂമിൽ വരുന്ന ഈ വീടിനും കൂടി ഓണർ ചോദിക്കുന്ന പ്രൈസ് എത്ര വരും? 75 ലക്ഷം രൂപ. അതും നെഗോഷ്യബിൾ പ്രൈസ് ആണ്. കാരണം ഇപ്പോൾ വീടിന് വലിയ റേറ്റ് ഒന്നും കണ്ടിട്ടില്ല. ധാറിട്ട റോഡിന് ഏകദേശം 10-12 ഫൂട്ടോളം നമ്മളെ ഈ വീട്ടിലേക്കുള്ള വഴിയും വരുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ മുതലാളിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കച്ചവടമാക്കി കൊണ്ടുപോയിക്കൊള്ളുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീടോ സ്ഥലമോ ബിൽഡിങ്ങോ ഫ്ലാറ്റോ വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും റെൻറ്റിനാണെങ്കിലും താഴെ കാണുന്ന ബഡ്ജറ്റ് ഫണ്ടിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ സെറ്റ്